ബിഗ് ബോസ് സീസൺ 8 നമുക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പോൾ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്ന്. ബിഗ് ബോസ് അങ്ങനെ പ്രേക്ഷകരുടെ എല്ലാ ഇമോഷൻസും പീക്കിലെത്തി, അതായത് TRP ഹൈയിലേക്ക് ഷോയുടെ കുതിപ്പിനാവശ്യമായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള ചില കണ്ടന്റുകളും ഉണ്ടാവണം എന്ന സമയത്ത് അനീഷും ഷാനവാസും തമ്മിൽ കണ്ടില്ലേ, മിണ്ടിയില്ലേ, അങ്ങനെയൊക്കെയുള്ള അതില നൂറ അങ്ങനെ അവർ ബിഗ് ബോസ് സീസൺ 7 നവംബറിൽ അവസാനിച്ചു. ബിഗ് ബോസ് സീസൺ 8 വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു പ്രേക്ഷകർ. എല്ലാവരും തന്നെ വിചാരിച്ചു സീസൺ 8 പെട്ടെന്ന് തന്നെ തുടങ്ങും. സീസൺ 7 ഒഴിച്ച് ബാക്കി എല്ലാ സീസണുകളിലും വന്നിരുന്നത് ആ മാർച്ച് ഏപ്രിൽ ആ മാസങ്ങളിലായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഈ മാർച്ച് ഏപ്രിൽ മാസത്തിൽ ബിഗ് ബോസ് സീസൺ 8 ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെ മാർച്ച് കഴിഞ്ഞു, ഏപ്രിലും കഴിഞ്ഞു. ഓക്കെ, സീസൺ 8 ഉണ്ടായില്ല. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ നടന്നല്ലേ. ബിഗ് ബോസിൻ്റെ സ്പോൺസർ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ റോയ് സാറ് മരണപ്പെട്ടു. അതേ തുടർന്ന് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തന്നെ അത് സ്പോൺസർഷിപ്പ് തുടരുമോ, അതോ അവരതിൽ നിന്ന് പിന്മാറുമോ, പിന്മാറിയാൽ എങ്ങനെയാണ് വേറെ സ്പോൺസറെ എങ്ങനെ കണ്ടെത്തുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ സീസൺ 8 വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കിട്ടിയിരിക്കുകയാണ്. ബിഗ് ബോസ് മേക്കേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ, എൻ്റെ ഷൈൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ചെയ്ത് ബിഗ് ബോസ് സീസൺ 8 നമുക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, അതായത് അണിയറ പ്രവർത്തകരായിട്ട് നമുക്കും പോകാം എന്നുള്ളതാണ്. അതായത് പ്രൊഡക്ഷൻ മാനേജർ, കണ്ടസ്റ്റൻറ്റ് മാനേജർ, ഡെയിലി പ്രൊഡ്യൂസർ, സ്റ്റോറി പ്രൊഡ്യൂസർ, റൈറ്റേഴ്സ്, ലോഗർ ടീം, എവിക്ഷൻ ടീം, ടാസ്ക് ടീം, ക്രിയേറ്റിവിറ്റി ടീം, അങ്ങനെ ഒരുപാട് തസ്തികകളിലേക്ക് അവർ അപേക്ഷ റിസ്യൂം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. താല്പര്യമുള്ളവർ, കഴിവുള്ളവർ അതിലേക്ക് ശ്രമിക്കും കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ബിഗ് ബോസ് ടീം ഒരുക്കം തുടങ്ങി എന്നുള്ളതാണ്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള കുറച്ച് പോസ്റ്റുകളിലേക്കൊക്കെയുള്ള അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും കാലം ഉണ്ടായിരുന്ന പ്രൊഡക്ഷൻ ടീം മൊത്തത്തിൽ മാറുകയാണോ? ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു പരസ്യം കണ്ടപ്പോൾ തന്നെ ഒരുപാട് സംശയങ്ങൾ, സ്റ്റോറി പ്രൊഡ്യൂസർ, റൈറ്റർ എന്നൊക്കെ കാണുമ്പോൾ ആളുകളുണ്ടായത്. അപ്പോൾ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്ന്. ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും വിവാദങ്ങളൊക്കെ ഇതിനു മുമ്പുണ്ടായതാണ്. എഡിറ്റഡ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റഡ് ആക്കുകയും പിന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാവുകയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ബിഗ് ബോസ് എന്ന ഷോ ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആണെന്ന് അതായത് ബിഗ് ബോസിൻ്റെ പ്രേക്ഷക എന്ന രീതിയിൽ, ബിഗ് ബോസ് ഇത്രയും കാലം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷക എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എഡിറ്റഡ് ആണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു ഷോ, അതായത് അവിടെ ഒരിക്കലും കണ്ടസ്റ്റൻസ് ഒരു സ്ക്രിപ്റ്റ് അനുസരിച്ച്, അല്ലെങ്കിൽ കണ്ടസ്റ്റൻ്റ് അടുത്ത് ഒരു സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് അവരതുപോലെ ആക്ട് ചെയ്യല്ല. പക്ഷേ പ്രൊഡക്ഷൻ ടീമിൻ്റെ കയ്യിൽ ഒരു പാറ്റേൺ ഉണ്ടാവും. ഈ സീസൺ എങ്ങനെ പോകണം, ഇതെങ്ങനെ മുമ്പോട്ട് പോകണം, അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെ രീതിയിൽ ഇതിനെ കൊണ്ടെത്തിക്കണം, ഏത് തരത്തിലുള്ള ഹൈപ്പാണ് ഈ സീസണിൽ ഉണ്ടാവേണ്ടത്, ഏത് കാര്യത്തിലാണ് കൂടുതൽ ടാർഗറ്റ് ചെയ്യേണ്ടത്, അതിനൊരു രൂപരേഖ ഉണ്ടാവും അല്ലേ. അത് രൂപരേഖയൊക്കെ തയ്യാറാക്കി അതിന് ചേരുന്ന രീതിയിലുള്ള കണ്ടസ്റ്റൻസിനെ ആയിരിക്കും അവർ സെലക്ട് ചെയ്യുക ആ സീസണിലേക്ക്. അതായത് അവരുടെ ഒരു തീമിന്, അവരുടെ ഒരു ലൈനപ്പ്, അവരതിനനുസരിച്ചുള്ള കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുത്ത് കണ്ടസ്റ്റൻസിനെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ അവരുടെ ക്യാരക്ടർ സ്റ്റഡി ചെയ്ത് ഓരോരുത്തരെയും ഓരോ രീതിയിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പുഷിങ് ഉണ്ടാകുന്നുണ്ട്. കണ്ടസ്റ്റൻസ് അറിഞ്ഞോ അറിയാതെയോ ഓരോരോ മേഖലയിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകുന്നുണ്ട്. അപ്പം ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ഓരോ പ്രത്യേകതകളനുസരിച്ച് ടീം അവരുടെ സ്റ്റോറിയിൽ പ്ലേസ് ചെയ്യുകയാണ്. അതിന് നമ്മുടെ മുമ്പിലേക്ക് വിടുകയാണ്. അതാണ് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ കണ്ടസ്റ്റൻസ് അവിടെ അവരായിട്ട് നിൽക്കുകയാണെങ്കിൽ കൂടി അവർക്കുണ്ടാവുന്ന പ്രഷറുകൾ, അവർക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഓരോ ഹിൻറ്റുകൾ, അല്ലെങ്കിൽ അവർക്ക് അതർ കണ്ടസ്റ്റൻസിൻ്റെ അടുത്തുനിന്ന് ഉണ്ടാവുന്ന ഓരോ പ്രതികരണങ്ങൾ, അതിനനുസരിച്ച് ഓരോ കണ്ടസ്റ്റൻസും ഓരോരുത്തരുടെയും റിയൽ ക്യാരക്ടറിൽ നിന്ന് തന്നെ ഓരോ കഥാപാത്രങ്ങളെ ബേബി സൃഷ്ടിച്ചെടുക്കുകയാണ്. അതിൽ നെഗറ്റീവ് കഥാപാത്രങ്ങളുണ്ടാവും, പോസിറ്റീവ് കഥാപാത്രങ്ങളുണ്ടാവും.
ചിലർ വളരെ നെഗറ്റീവായിട്ട് പ്രഷറിലേക്ക് എത്തിപ്പെടും, ചിലർ പോസിറ്റീവായിട്ട് എത്തിപ്പെടും. ആത്യന്തികമായിട്ട് ഒരു കണ്ടസ്റ്റൻ്റ്, ഒരു മത്സരാർത്ഥിയുടെ ക്യാരക്ടർ അതായത് ഇങ്ങനെയുള്ളൊരു സമൂഹത്തിൻ്റെ പരിച്ഛേദമാണല്ലോ, പലതരത്തിലുള്ള ആളുകളുണ്ട്. അവരുടെ ഇടയിൽ ഒരു മത്സരാർത്ഥി വരുമ്പം അവൻ്റെ വ്യക്തിത്വമാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ ഓരോരുത്തരും ഓരോ രീതിയിലാണ് അതിനെ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഓരോ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ. അപ്പോൾ അതിലൊക്കെ അവൻ്റെ വ്യക്തിത്വം ഉണ്ടാവും. അപ്പം പോസിറ്റീവായിട്ടുള്ള വ്യക്തികളിൽ നിന്ന് പോസിറ്റീവ്നെസ് ആണ് ഉണ്ടാവുക, അല്ലെങ്കിൽ നെഗറ്റീവ്, അത് ഓരോരുത്തരുടെ വ്യക്തിത്വത്തിനനുസരിച്ചാണ് ഉണ്ടാവുക. അപ്പം അതിനനുസരിച്ചാണ് അവനവിടെ ബിഹേവ് ചെയ്യുന്നത്. അവൻ്റെ അവിടുത്തെ ബിഹേവിയർ അല്ലെങ്കിൽ അവൻ്റെ അവിടുത്തെ ഇടപെടലുകൾ, പ്രവർത്തനങ്ങളൊക്കെ നോക്കിയിട്ട് ബിഗ് ബോസ് ടീം കാറ്റഗറി 2 രീതിയിൽ ടീം തരംതിരിക്കണമെന്നല്ല, അവർ കണ്ടസ്റ്റൻ്റ് തന്നെ 2 രീതിയിലേക്ക് മാറിപ്പോകുന്നുണ്ട്. പ്രേക്ഷകരും നെഗറ്റീവ്, പോസിറ്റീവ്, അങ്ങനെ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്ത് പിന്നെ ആളുകളെ കാണാൻ തുടങ്ങുകയാണ്. അങ്ങനെയാണ്. അപ്പോൾ അതായത് സ്ക്രിപ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത് സ്ക്രിപ്റ്റഡ് അല്ല. പക്ഷേ എഴുതാത്തൊരു സ്ക്രിപ്റ്റ് കണ്ടസ്റ്റൻസിൻ്റെ മുമ്പിലേക്ക് ഇട്ടിട്ട് എഴുതാത്തൊരു വൺ ലൈൻ സ്റ്റോറി ലൈൻ ഉള്ള ഒരു കഥ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് കണ്ടസ്റ്റൻ്റ് ചെന്ന് അവർ സ്വയം ഓരോരുത്തരും അവരവരുടെ പോർഷൻ എഴുതിക്കൊണ്ടിരിക്കുക. അത് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആക്കുക, തിരക്കഥ പൂർത്തിയാക്കുക എന്ന് പറയില്ലേ, അങ്ങനെയാണ്. അതായത് ഇതിൻ്റെ ഇടയിൽ പ്രൊഡക്ഷൻ ടീം, ക്രിയേറ്റിവിറ്റി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അവിടെയുള്ള ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ പ്രേക്ഷകരിലേക്ക് ഏറ്റവും മികച്ച രീതിയിൽ എത്തിക്കാൻ ഒരുപാട് ഈ ലോഗർ ടീം എന്നൊക്കെ പറയുന്നത്, അതായത് ഓരോ ഇൻസിഡൻറ്റ് അവിടെ സംഭവിച്ചിട്ടുള്ള ഈച്ച് ആൻഡ് എവരി ഇൻസിഡൻറ്റ് കളക്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് പിന്നീട് ഏതെങ്കിലും ഒരു സമയത്ത് ഈ മറ്റൊരു അവസരത്തിൽ അത് സംസാരിക്കപ്പെടുമ്പോൾ അത് നമുക്ക് പ്രേക്ഷകരിലേക്ക് അതിനു മുമ്പ് ഏത് ടൈമിലാണ് അവരത് അത് എത്തിക്കണം അല്ലേ. അങ്ങനെ ഓരോന്നും മാനേജ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനൊക്കെയുള്ള ഈ ലോക ടീം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ ഷോയുടെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. മികച്ച ടാസ്കുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതെല്ലാം മികച്ച രീതിയിൽ ഒത്തിണങ്ങി വരുമ്പോഴാണ് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഷോ എന്ന നിലയിൽ എൻ്റർടൈൻ ചെയ്യിപ്പിക്കണം. പ്രേക്ഷകർക്ക് വാശി ഉണ്ടാവണം, ദേഷ്യം ഉണ്ടാവണം, പ്രേക്ഷകർക്ക് സെൻറ്റിമെൻറ്റ്സ്, അതായത് കരച്ചിൽ, വിഷമങ്ങളുണ്ടാവണം. അങ്ങനെ പ്രേക്ഷകരുടെ എല്ലാ ഇമോഷൻസും പീക്കിലെത്തി, അതായത് TRP ഹൈയിലേക്ക് എത്തിച്ചിട്ട് വേണം ആ ഷോയെ വിജയിപ്പിച്ചെടുക്കാൻ. അപ്പോൾ അതിന് വേണ്ട എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തണം. ആ ഘടകങ്ങളിലേക്ക് കണ്ടസ്റ്റൻസിനെ അതിലേക്ക് എത്തിക്കണം. അപ്പം മികച്ച കണ്ടസ്റ്റൻസ്, അതായത് നമ്മളിപ്പം ഒരു ഷോയിലാണ് വന്നിരിക്കുന്നത്, നമ്മൾ വ്യക്തികളായിട്ട് നിൽക്കുന്നതിനോടുകൂടി ഷോയിൽ കണ്ടൻറ്റുകളുടെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ തൻ്റേതായ രീതി തന്നിൽ നിന്ന് എന്ത് കണ്ടൻറ്റാണ് ബിഗ് ബോസ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ പ്രേക്ഷകർ തന്നിൽ നിന്ന് എന്ത് കണ്ടന്റാണ് പ്രതീക്ഷിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് പ്രേക്ഷകരുമായി കണക്ട് ചെയ്ത് മൈൻഡ് ഗെയിം കളിക്കാൻ കഴിവുള്ളവർ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കഴിക്കാൻ കഴിവുള്ളവർ അവിടെ കയറി പോകാൻ സാധിക്കും. നല്ല കണ്ടസ്റ്റൻസ് ആവണം. നല്ല കണ്ടസ്റ്റൻസ് ആയാൽ മാത്രമല്ല, ഈ നല്ല കണ്ടസ്റ്റൻസിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്ഷൻ ടീമും ആവണം, നല്ലൊരു ഡയറക്ടർ ആവണം, നല്ലൊരു മാനേജിങ് ടീം ആവണം, നല്ലൊരു ടീം ആവണം അതിൻ്റെ പിന്നണിയിലുള്ളതും. ഈ കണ്ടസ്റ്റൻസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ, അവരുടെ മാക്സിമം കണ്ടൻറ്റ് അവരിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിവുള്ള ഒരു പ്രൊഡക്ഷൻ ടീമും, ആ പ്രൊഡക്ഷൻ ടീമിൻ്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അതിലുപരിയായിട്ട് കൊടുക്കാൻ കഴിയുന്ന നല്ല കണ്ടസ്റ്റൻസും വരുമ്പോഴാണ് ഷോയും ഒരു സീസണൊക്കെ മികച്ചതാവുന്നത്. ചില സമയങ്ങളിൽ ഡയറക്ടർ വിചാരിച്ചതിൻ്റെ റിസൾട്ടിൽ കൂടുതൽ കയറി ഹൈപ്പായി പോവും, ചിലത് വിചാരിച്ച പോലെ വരാതെ ചീറ്റി പോകാൻ സാധിക്കും. ഇതൊക്കെ ഒരു ഞാണിമ്മേ കളി പോലെയുള്ളൊരു ഇതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇവരുദ്ദേശിക്കുന്ന കാര്യത്തിലേക്കൊക്കെ ഈ കണ്ടസ്റ്റൻസിനെ എത്തിക്കുക, കണ്ടസ്റ്റൻസിൽ നിന്ന് അവരുടെ മികച്ചത് പുറത്തെടുക്കുക, അവരുടെ മികച്ച കണ്ടൻറ്റുകൾ വെളിയിലെത്തുക. പിന്നെ അതുമാത്രമല്ല, ഷോയുടെ കുതിപ്പിനാവശ്യമായിട്ടുള്ള ഇൻഫ്ലമേബിൾ, വളരെ സെൻസിറ്റീവായിട്ടുള്ള ചില കണ്ടൻറ്റുകളും ഉണ്ടാവണം. അങ്ങനെയുള്ള കണ്ടൻറ്റുകൾക്ക് വേണ്ടി ഓരോ നിമിഷവും ഓരോ കണ്ണും കാതും പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇങ്ങനെ തുറന്നിരിക്കുകയാണ് അവരിലേക്ക് അല്ലേ. കണ്ടസ്റ്റൻസിന് അറിഞ്ഞോ അറിയാതെയോ അവരറിയാതെ തന്നെ വലിയ വലിയ കണ്ടൻറ്റുകളിലേക്ക് ചിലപ്പം അവർ അതിലൊരു ഭാഗവാക്കായി മാറും.
അങ്ങനെ ഷോ TRP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പം അണിയറയിലൊരു മികച്ച ടീമും മികച്ച കണ്ടസ്റ്റൻസിനും ആകുമ്പോൾ മാത്രമാണ് ഒരു സീസൺ മികച്ചതാവുന്നത്. അപ്പം നമുക്ക് ഇപ്രാവശ്യത്തെ ടീമും കണ്ടസ്റ്റൻസും എല്ലാം നല്ല മികച്ചതാവട്ടെ എന്ന് ആഗ്രഹിക്കാം. സീസൺ 8 സീസൺ 7 തുടങ്ങിയ പോലെ തന്നെ സെപ്റ്റംബർ മാസങ്ങളിൽ ആയിരിക്കാം തുടങ്ങുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സീസൺ തന്നെ ആയിരിക്കാം. അതിലേക്കുള്ള മറ്റ് കാര്യങ്ങളൊന്നും ഒരു കാര്യങ്ങളും ഇല്ലാതെ അറിയാതിരിക്കുന്ന ഒരു ടൈമിലാണ് അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പോസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് അവരുടെ ഭാഗത്തുനിന്ന് വരുമായിരിക്കും അല്ലേ. നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം. നല്ലൊരു സീസൺ 4 മികച്ചൊരു സീസണായിരുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ കണ്ടസ്റ്റൻസ് നല്ല മികച്ചതായിരുന്നു. അതുപോലെ തന്നെ ഡയറക്ടർ, അതായത് പ്രൊഡക്ഷൻ ടീമിൻ്റെ ഭാഗത്തുനിന്നും അതിൻ്റെതായ മികവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സീസൺ അത്രയ്ക്ക് മികച്ചു നിന്നിരുന്നത്. അതുപോലെ തന്നെ ഒരു നല്ല സീസൺ ഈ സീസൺ 8 കാണാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും സീസൺ 8 മുന്നോടിയായിട്ട് സീസൺ 1 മുതൽ 7 വരെയുള്ള സീസണുകളിലെ കണ്ടസ്റ്റൻസ് കഴിഞ്ഞ ദിവസം ഒരു ക്രിക്കറ്റ് മാച്ചും ഒരു ഗെറ്റ് ടുഗദറും ഒരു പ്രോഗ്രാംസും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. ആ റീയൂണിയൻ എന്തായാലും നല്ലതായിരുന്നു. അതിലൂടെ ഒരുപാട് പഴയ കണ്ടസ്റ്റൻസിനെ കാണാൻ സാധിച്ചു. ഒരുപാട് പേരുടെ പെർഫോമൻസ് ഇങ്ങനെ പല റീലുകളായിട്ടും അങ്ങനെയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് പട്ടാഗേൾസ് അവരൊന്നും കണ്ടില്ല. സീസണിലെ ഒരു മെജോറിറ്റി കളിക്കാരുകളും ഈ സീസണുകളിലെ മെജോറിറ്റി ആളുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ അക്ബറിൻ്റെ കല്യാണ സമയത്ത് അനീഷും ഷാനവാസും തമ്മിൽ കണ്ടില്ലേ, മിണ്ടിയില്ലേ, അങ്ങനെയൊക്കെയുള്ളൊരു സംശയം നമുക്ക് കൂടുതൽ അവർ തമ്മിലുള്ളൊരു ഫോട്ടോസൊന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് പകരമായിട്ട് തന്നെ ഈ ക്രിക്കറ്റ് മാച്ചിൽ അതായത് ആ പ്രോഗ്രാമൊക്കെ നടക്കുന്ന സമയത്ത് അവർ ഒരുമിച്ചിരുന്ന് തമാശ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ളൊരു വീഡിയോ, പിന്നെ അവരൊരുമിച്ചുള്ള ഫോട്ടോ അങ്ങനെയൊക്കെ കണ്ടു. അപ്പോൾ അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു സന്തോഷമുള്ള കാര്യമായിട്ട്. അപ്പോൾ ആ കൂടെ അവരെല്ലാവരും ഇങ്ങനെ കണ്ടപ്പം അനു, ആദില, നൂറ അങ്ങനെ അവരെയൊന്നും കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ ബിന്നിന്നൊന്നും കണ്ടില്ല. അങ്ങനെ കുറേ പേരെ കാണാത്തതുകൊണ്ട് ഹോസിൻ്റെ ഒരു അസോസിയേഷനൊക്കെ അതിൻ്റെ തലപ്പത്ത് എനിക്ക് തോന്നുന്നത് സായി, രശ്മിൻ, അങ്ങനെയുള്ള, പിന്നെ നമ്മുടെ പാഷാൻ ഷാജി ചേട്ടൻ, അങ്ങനെയുള്ള കുറേ പേര് ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ അണിയറയിൽ. അപ്പം അങ്ങനെയും ഉള്ള നല്ല കാര്യങ്ങളും നടക്കട്ടെ. അതിൻ്റെ കൂടെ തന്നെ സീസൺ 8 നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക അല്ലേ. അപ്പം അവരുടെ ഗെറ്റ് ടുഗദർ എല്ലാം കണ്ടു. പിന്നെ സീസൺ 8 മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റിംഗ് കണ്ടപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് ഈ കാര്യത്തിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.